ഒരു കൊച്ചു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ആദ്യ കുർബാന ദിവസം ഓർമ്മയിലുണ്ടോ? ഡേറ്റും മാസവും വർഷവും ഒന്നും ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ആദ്യ കുർബാനയുടെ ആ വെള്ള വസ്ത്രം, വിശുദ്ധിയുടെ വെള്ള വസ്ത്രം, കത്തിച്ച മെഴുകുതിരി കയ്യിൽ ആദ്യമായി ഈശോയെ സ്വീകരിച്ച ആ ഒരു ഓർമ്മ മനസ്സിലില്ലേ? എന്ത് സന്തോഷമായിരുന്നു അല്ലേ? എന്ത് ആനന്ദമായിരുന്നു. കർണന്മാർ ചിലപ്പോഴെങ്കിലും പറയാറുണ്ട്, കുഞ്ഞായിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന്. പ്രിയമുള്ളവരെ, മനസ്സിന് വളരെ കുളിർമ നൽകുന്ന ഒരു ഓർമ്മയാണ് ആദ്യ കുർബാനയുടെ ഓർമ്മകൾ, വിശുദ്ധിയുടെ ചൈതന്യത്തിൻ്റെ ഓർമ്മകൾ. നഷ്ടപ്പെട്ടു പോയ ദൈവകൃപയെ വീണ്ടെടുക്കുവാൻ ഈ ആത്മാഭിഷേകം ശുശ്രൂഷയിലൂടെ പന്തക്കുസ്തിക്കായിട്ട് ഒരുങ്ങുമ്പോൾ ഈശോ നമ്മളെ ശക്തിപ്പെടുത്തുകയാണ്. ഇന്ന് ഈശോ നമുക്ക് പകർന്നു നൽകുന്ന അഭിഷേക വചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 11-ാം തിരുവചനം. പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3:11. പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. പരിശുദ്ധാത്മാവ് അഗ്നിയായി നമ്മളിലേക്ക് ഇറങ്ങി വരുമ്പോൾ, അഗ്നി നമുക്കറിയാം വിശുദ്ധീകരിക്കുന്നതിൻ്റെ ഒരു അടയാളമാണ്. നമ്മളിലുള്ള തിന്മകളും പാപക്കറകളും ദുശീലങ്ങളും ചില അടിമത്തങ്ങൾ, പാപത്തിൻ്റെ ചില അടിമത്തങ്ങൾ പ്രിയമുള്ളവരെ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ആദ്യ കുർബാനയുടെ ചൈതന്യത്തിലേക്ക്, ആ നിഷ്കളങ്കമായ മനസ്സിൻ്റെ നൈർമല്യത്തിലേക്ക് കടന്നു വരുവാൻ ദൈവമേ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളിലുള്ള പാപക്കറകളെല്ലാം കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങയുടെ അഗ്നിയാൽ ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ, സ്നാനപ്പെടുത്തണമേ. ഒരു പുത്തൻ അഭിഷേകം നൽകി ഞങ്ങളെല്ലാവരെയും കാത്തുകൊള്ളണമേ. ഇന്നേ ദിനം പ്രത്യേകമായിട്ട് പാപബന്ധനത്തിലായിരിക്കുന്ന എല്ലാവരെയും, കുമ്പസാരത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നവരെ നമുക്ക് പ്രത്യേകം സമർപ്പിക്കാം. നമ്മുടെ ഭവനങ്ങളിൽ അപ്രകാരം ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പ്രത്യേകമായിട്ട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. ദിവികാരുണ്യ ഈശോയെ, വലിയ മാനസാന്തരത്തിൻ്റെ കൃപ നൽകി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ അവരെല്ലാവരെയും കാത്തുകൊള്ളണമേ. ഒപ്പം നമ്മുടെ ഇന്നത്തെ എല്ലാ ജീവിത ഉദ്യമ മേഖലകളെയും ദൈവകരങ്ങളോട് ചേർത്ത് വയ്ക്കാം. വചനം പഠിക്കുവാനും വചനം വായിക്കുവാനുമുള്ള ഒരു തീക്ഷ്ണത നഷ്ടപ്പെട്ടു പോകാതെ കാത്തുപരിപാലിച്ച് മുന്നേറുവാൻ ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവികാരുണ്യ ഈശോയുടെ കൃപ തുളുമ്പുന്ന ആശീർവാദം ഭക്തിയോടെ നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും